നമസ്കാരം. നമ്മളിപ്പോൾ നവഗ്രഹങ്ങളിൽ ചന്ദ്രഭഗവാന്റെ അടുത്താണ് നിൽക്കുന്നത്. നവഗ്രഹ ക്ഷേത്രത്തിൽ ചന്ദ്രൻ്റെ ഈ സ്ഥലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രാധാന്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ കഥ തന്നെ പറയുന്നത്, ദക്ഷ പ്രജാപതിക്ക് 28 മക്കളുണ്ട്. അതിൽ ഒരു സന്താനത്തെയാണ് ശിവൻ കല്യാണം കഴിച്ച സതീദേവിയെ. ബാക്കി 27 നക്ഷത്രങ്ങൾ ദക്ഷ പ്രജാപതിയുടെ മക്കളാണ്. അങ്ങനെ 27 നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ കല്യാണം കഴിക്കാൻ പോയത് രോഹിണിയെയാണ്. പക്ഷേ രോഹിണിയെ പെണ്ണ് കാണാൻ പോയ ചന്ദ്രന് മറ്റ് 27 പേരുമായിട്ട് കൂട്ടിയാണ് രോഹിണിയെ കൊണ്ടുവന്നത് ചന്ദ്രനെ കാണിക്കാൻ വേണ്ടി. മറ്റ് സഹോദരികൾക്കൊപ്പമാണ് രോഹിണി ഇറങ്ങി വന്നത്. പക്ഷേ ചന്ദ്രൻ രോഹിണിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ സംഭവിച്ച ഒരു കാര്യം, ഈ 27 പേരും ചന്ദ്രനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ 27 പേരും ചന്ദ്രനെ ഇഷ്ടപ്പെട്ടപ്പോൾ 27 പേർക്കും ചന്ദ്രൻ മതിയെന്ന് നിർബന്ധമായി. അങ്ങനെ വന്ന സമയത്ത് ദക്ഷ പ്രജാപതി വളരെ കഷ്ടതയിലായി. കാരണം 27 മക്കളും ഒറ്റപ്പിടിയാൽ നിൽക്കുകയാണ്, എനിക്ക് ചന്ദ്രനെ മതി. അവസാനം എന്ത് ചെയ്തു? ചന്ദ്രനോട് ദക്ഷ പ്രജാപതി പറഞ്ഞു, നീ എൻ്റെ 27 മക്കളെയും കല്യാണം കഴിക്കണം. പക്ഷേ ദക്ഷ പ്രജാപതി കോപിഷ്ഠനും ബ്രഹ്മപുത്രനും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് അനുസരിക്കുക മാത്രമേ വഴിയുള്ളൂ. ഇല്ലെങ്കിൽ ചന്ദ്രനെ തന്നെ ഇല്ലാതാക്കി കളയും. അത്ര ശക്തനാണ് ദക്ഷ പ്രജാപതി. അങ്ങനെ ദക്ഷ പ്രജാപതിയുടെ വാക്ക് ഇദ്ദേഹം പാലിച്ചു. പക്ഷെ അവിടെ ഒരു വ്യവസ്ഥ, എൻ്റെ 27 മക്കളെയും നീ ഒന്നുപോലെ നോക്കണം, ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. പക്ഷേ ചന്ദ്രനാവട്ടെ രോഹിണിയോടുകൂടി അല്പ സ്നേഹം കൂടുതലുണ്ടായി. ഇത് മറ്റ് മക്കളെയെല്ലാം പ്രകോപിപ്പിച്ചു. അവർ പോയി ദക്ഷ പ്രജാപതിയോട് സങ്കടം പറഞ്ഞു, അച്ഛാ, ഞങ്ങളെ ആരെയും പരിഗണിക്കുന്നില്ല, രോഹിണിയോട് മാത്രമേ ചന്ദ്രന് കൂടുതൽ ഇഷ്ടമുള്ളൂ. അങ്ങനെയാണ് ചന്ദ്രൻ ഓരോ വീടുകളിൽ 12 രാശിയിലായിട്ട് 2.25 ദിവസം വീതം ഒരു വീട്ടിൽ സഞ്ചരിക്കും. ഓരോ ആൾക്കാരിവിടെ താമസിച്ച് 27 പേരുടെ കൂടെയും താമസിച്ചെത്തുമ്പോൾ ഒരു രാശി ചക്രം പൂർത്തിയാവും. അങ്ങനെയാണ് ചന്ദ്രൻ്റെ 27 ദിവസം കൊണ്ട് എല്ലാ പേരുടെ അടുത്തും ചന്ദ്രൻ ഓരോ ദിവസം ഓരോരുത്തരുടെ കൂടെയാണ് വസിക്കുന്നത്. അതാണ് 27 നക്ഷത്രങ്ങൾ. അപ്പോൾ 2.25 നക്ഷത്രങ്ങൾ ചേർന്നാണ് ഒരു രാശി. ആ രാശിയിൽ ചന്ദ്രൻ നിൽക്കും. 2.25 ദിവസം കഴിഞ്ഞിട്ടേ അടുത്ത ആളിൻ്റെ വീട്ടിലേക്ക് പോകത്തുള്ളൂ. പക്ഷേ ക്ഷുഭിതനായ ദക്ഷ പ്രജാപതി ചന്ദ്രനെ ശപിച്ച് സുന്ദരനായ ചന്ദ്രനെ വളരെ വിരൂപനാക്കി മാറ്റിക്കളഞ്ഞു, ഇരുട്ടാക്കി. അപ്പോൾ ചന്ദ്രന് തിരിച്ച് വരാൻ സാധ്യമല്ല. കാരണം ദക്ഷ പ്രജാപതി അത്ര ശക്തനാണ്, ബ്രഹ്മപുത്രനാണ്. അദ്ദേഹത്തിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷ നേടുക അസാധ്യമാണ്. അങ്ങനെ ഇദ്ദേഹം ഈ സ്ഥലത്ത്, ചന്ദ്രൻ്റെ ഇടമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ക്ഷേത്രം, ഇവിടെ വന്ന് ശിവനെ തപസ് ചെയ്തു. അങ്ങനെ ശിവൻ തപസ്സിൽ നിന്ന് മുക്തനായി. ഇദ്ദേഹത്തിൻ്റെ തപസ്സിൽ പ്രസന്നനായ മഹാദേവൻ ശാപദോഷത്തെ 50% കുറച്ചു കൊടുത്തു. കാരണം പകുതി കാലഘട്ടം ചന്ദ്രൻ പൂർവ്വസ്ഥിതിയിലേക്ക് സുന്ദരനായും പകുതി കാലഘട്ടം ശാപദോഷവും നിലനിൽക്കും. അങ്ങനെയാണ് കറുത്ത ഭാവവും വെളുത്ത ഭാവവും ഉണ്ടായത്. അപ്പോൾ അമാവാസി ഉണ്ടാകാനും പൗർണമി വരാനുമുള്ള കാരണം ഈ ശാപദോഷവും ശാപമുക്തിയും കൊണ്ടാണ്. അങ്ങനെ ഭഗവാൻ ഇവിടെ കുടികൊള്ളുകയാണ്. കാരണം ഭഗവാൻ ഇവിടെ നിന്ന് ശരിക്കും പ്രത്യക്ഷനായ സ്ഥലത്ത് അങ്ങനെ ശരിക്കും ചന്ദ്രഭഗവാൻ മഹാദേവനെയും ദേവിയും ആരാധിച്ചു പോരുകയാണ്. അവിടെ തന്നെ ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് ചന്ദ്രൻ മനകാരകനാണ്, ഗ്രഹകാരകനാണ്, വാഹനകാരകത്വം വഹിച്ച ഗ്രഹമാണ്. വാഹനം വാങ്ങാൻ കഴിയാത്തവർ, അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിരന്തരം അപകടങ്ങൾ നേരിടുന്നവർ, ഒരു വീട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് വീട് പൂർത്തീകരിക്കാനോ വീട് വയ്ക്കാനോ സാധിക്കാത്തവർക്ക്, അതേപോലെ മനസ്സുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക്, മാനസിക അസ്വസ്ഥത മനകാരകനാണ്. അപ്പോൾ സ്വസ്ഥതയില്ലായ്മ നിലനിൽക്കുന്നവർക്ക്, ഉറക്കമില്ലായ്മ, അതുപോലെയുള്ള അസ്വസ്ഥതകൾ അനുഭവിച്ച് നിൽക്കുന്നവർക്ക് എല്ലാമുള്ള മൂലക്ഷേത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ചന്ദ്രൻ്റെ വീട്. അപ്പോൾ ഈ കുംഭകോണത്തിനടുത്ത് തന്നെയാണ് ഈ നവഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളും. അതിൽ ചന്ദ്രൻ്റെ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഭഗവാനെ ദർശിച്ചു. ഇപ്പോൾ ഇവിടുത്തെ
ദർശിച്ചതിനൊപ്പം തന്നെ നിങ്ങളെ കാണിക്കുന്നതിനൊപ്പം ഭഗവാന്റെ ഈ ചന്ദ്രൻ്റെ ഇവിടെ ചന്ദ്രൻ കുടികൊള്ളാനുള്ള സാഹചര്യവും കൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.